പ്രോജക്ട് സീറോ എന്ന് പറഞ്ഞു തുടങ്ങുന്നു, ഉദ്യോഗസ്ഥനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അഴിമതി ഇല്ലാതാക്കാൻ എന്തായിരിക്കും ഈ ഗവൺമെന്റിന്റെ ഒരു പ്ലാൻ? അല്ല, തീർച്ചയായും അഴിമതി എവിടെ കണ്ടാലും പിടിക്കാന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ആരാണെന്നില്ല. നമുക്ക് വിജിലൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത് വളരെ വിപുലമായ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും ആദ്യം ചെയ്തത് വിജിലൻസിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പോസ്റ്റിങ്. പണ്ട് ഇതൊരു ഡംപിങ് ഗ്രൗണ്ടായിരുന്നു, ഇപ്പോൾ അതല്ല. ടെസ്റ്റ് നടത്തി താല്പര്യമുള്ളവരെ മാത്രമേ എടുക്കൂ. അപ്പോൾ അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം കൊള്ളാവുന്ന മിടുക്കന്മാരായ സമർത്ഥരായ അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ടൊരു സംശയവും വേണ്ട, ജനങ്ങൾക്ക് അത് പ്രയോജനം ഉണ്ടാവും. ജനങ്ങൾ അഴിമതിയില്ലാതെ അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പോലീസ് എന്തിനാ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? പോലീസ് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഞാൻ DGPയുടെ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. പോലീസ് ആളുകളുടെ പരാതി വന്നു, 2 കുട്ടികളെ കാണാനില്ലാതെ. അപ്പോൾ പോലീസ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തെ ഉടനെ വിടുകയും ചെയ്തു. 40 ദിവസം കഴിഞ്ഞാണ് ആൾ മരിക്കുന്നത്. 13. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശോധിക്കാൻ പറഞ്ഞു. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് DGPയുടെ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ പരിശോധിച്ച് നടപടി ആവശ്യമുണ്ടെങ്കിൽ എടുക്കും. നമുക്ക് ആരെയും ഇവിടെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അനാവശ്യമായി പോലീസിനെ ശിക്ഷിക്കാനും പാടില്ല. അപ്പം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നടപടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യും. വളരെ ദൗർഭാഗ്യമായ കാര്യം, 3 ടീച്ചർമാരാണ് അറസ്റ്റിലാവുന്നത്. അതായത് സ്കൂളുകൾ ലഹരി പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ടീച്ചർമാർ തന്നെ ഇതിൽ ഇൻവോൾവ് ആവുന്ന ഒരു അവസ്ഥയാണ്. വളരെ വേദനാജനകമായ സംഭവമാണ് വടകരയിൽ ഉണ്ടായത്. 3 ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്തു. ഇനിയും കണ്ണികൾ കിട്ടാനുണ്ട്, അതിൻ്റെ പരിശ്രമത്തിലാണ്. അത് വടകര റൂറൽ SP മെറിൻ ജോസഫ് അടക്കമുള്ള ടീം നന്നായി അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ പിന്നിൽ കണ്ണികളുണ്ട് എന്നാണ് വിവരം. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നു, പണം സമ്പാദിക്കുന്നു. ഇവരിനി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പേടി. അതും പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ട്രെയിനേഴ്സ്, അല്ലേ, ട്രെയിനേഴ്സ്, ഇവരെപ്പോലുള്ള ആളുകളൊന്നും ഇത് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ. ഓപ്പറേഷൻ തുഫാൻ കൊണ്ട് അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറയുകയാണ്. TG മോഹൻദാസിനെ അഗേൻസ്റ്റായിട്ടുള്ള കേസെടുത്ത വളരെ മോശമായ പരാമർശങ്ങൾ ജൻസിക്കെതിരെ നടത്തുന്നു, അവർ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നു, സമരം ചെയ്യുന്നവരെ. അതിനിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയും. അതിൻ്റെ FIR എടുത്തു, കേസെടുത്തു. അതിൻ്റെ അന്വേഷണം ഞാൻ ഈ പരാതി മുഖ്യമന്ത്രി എനിക്ക് നൽകിയപ്പോൾ തന്നെ അത് സൈബർ ക്രൈംസിൻ്റെ IG പ്രകാശിനെ ഏൽപ്പിച്ചു. പ്രകാശ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ നടപടി ആ കാര്യത്തിൽ ഉണ്ടാവും. അന്വേഷണം നടക്കട്ടെ. ആരാ അല്ല, അത് ആ കേസ് പരിശോധിക്കാൻ DGPയോട് പറഞ്ഞിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള കേസാണ്, എങ്ങനെയാണെന്ന് പരിശോധിക്കണമല്ലോ. അതിനകത്ത് ഞങ്ങൾക്കൊരു നിർബന്ധമില്ല ഇക്കാര്യത്തിൽ. കേസെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും പോലീസിനെ ആക്രമിക്കുക, ബാരിക്കേഡ് തകർക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ശരി, അത് പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെട്ട് അനാവശ്യമായി ചുമത്തിയ കേസുകളൊക്കെ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും.